Hey, welcome back to another vlog. So, നമ്മളങ്ങനെ ബാംഗ്ലൂർ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ പത്തനംതിട്ടയിലെ സ്റ്റഡി അബ്രോഡ് ഏജൻസിയുടെ ഓഫീസിലാണ്. ഇവിടുന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സും കുറച്ച് ഡയറീസും ഒക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇനിയും ചെങ്ങന്നൂർ പോകും. റെയിൽവേ സ്റ്റേഷൻ പോട്ടെ. ഐ തിങ്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് ചെങ്ങന്നൂരാന്ന് തോന്നുന്നു. എന്തായാലും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഒരു 1.5 hours പോസ്റ്റ് ആയിരിക്കും. എന്തായാലും നോക്കാം. ഹലോ ഗായ്സ്, ചെങ്ങന്നൂർ എത്തി. ഞാൻ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോരാ. ഫുഡ് എന്തോ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. സാൻഡ്വിച്ചും പിന്നെന്താ 2 കട്ട്ലറ്റോ മീറ്റ് റോള്, പിന്നെ കുടിക്കാനൊരു വെള്ളം, ഇത്ര വാങ്ങിച്ചു. ഇവിടെ ഫ്രണ്ടിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇതെല്ലാം കയറി എൻ്റെ ടിക്കറ്റ് കൺഫേം ചെയ്യണം. ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ബുക്ക് ചെയ്തതാണ്. അപ്പം ഇതെല്ലാം ചെയ്തിട്ട് വരാം. അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതുവരും അങ്ങോട്ട് പോട്ടെ. പട്ടി പോസ്റ്റ് 1 മണിക്കൂർ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് 1 മണിക്കൂർ പോസ്റ്റാണ്. ഇപ്പോൾ വരും, ഒരു 10 മിനിറ്റിനകത്ത് വരും എന്നാണ് പറയുന്നത്. യെസ്, അടുത്തേതോ ട്രെയിനും വന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം മേ ബി നമ്മുടെ എന്ത്. ട്രെയിനില്ല കണ്ടോ. അപ്പോൾ പിന്നെ ഇനി എന്തായാലും നാളെ ബാംഗ്ലൂർ ചെന്നിട്ട് കാണാം. ഗുഡ് നൈറ്റ്. ഹേ ഗായ്സ്, വീണ്ടും നമ്മൾ അങ്ങനെ ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇതാണ് മജസ്റ്റിക്കിലല്ല ഇറങ്ങിയിരിക്കുന്നത്. SFPT എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇറങ്ങി. ഇനി ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ മെട്രോ കിട്ടും. സോ ദെൻ മെട്രോ എടുത്തിട്ട് രാജാജി നഗർ പോവാം. യെസ്, ദാറ്റ്സ് എ പ്ലാൻ. ഞാൻ എന്തായാലും ചെന്നിട്ട് കാണാം. ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്നാണ് പ്ലാൻ. ഓക്കെ, ചെല്ലട്ടെ. ഹേ ഗായ്സ്, ആൻഡ് ഇതാണ് ഇന്ദിരാനഗർ മെട്രോ. ഇനി നമുക്ക് ഇവിടുന്ന് മെട്രോ എടുത്ത് മജസ്റ്റിക്കിൽ പോയി ഇറങ്ങി മജസ്റ്റിക്കിൽ നിന്ന് രാജാജി നഗർ പോകണം. യെസ്, ദാറ്റ്സ് എ ടാസ്ക്. വീട്ടിൽ വന്നു. ആൻഡ് യെസ്, കുഴപ്പമില്ല. ആക്ച്വലി കഴിക്കണം, കുളിക്കണം, കുറച്ച് നേരം ഒന്നിരിക്കണം, എന്നിട്ട് ഓഫീസിൽ പോകണം. കഴിക്കട്ടെ. സോ നമുക്ക് കഴിക്കാൻ ദോശ ആൻഡ് സമ്മന്തി കറി. കഴിക്കട്ടെ. ബോയ്സ്, ഞാൻ അവിടെ നിന്നൊരു ബിരിയാണി പറഞ്ഞു, സ്ട്രീറ്റ് ഫുഡ്, ആൻഡ് ഇതൊരെണ്ണം വാങ്ങിക്കാൻ പോയതാണ്. ഐ ഹാഡ് ഫുഡ്. ഇനി വീട്ടിലോട്ട് പോകാൻ ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. കുറച്ച് പണിയുണ്ട്, അത് തീർക്കണം. കഴിഞ്ഞ 2 ദിവസം ഉഴപ്പില്ല, അപ്പം അത് ഇന്ന് തീർക്കണം. ദാറ്റ്സ് ഇറ്റ് ബോയ്സ്. ഒരു ഫണ്ണ് സംഭവം നടന്നു എന്നൊക്കെ ഞാൻ പറയാം. ഒരു ഫണ്ണ് സംഭവം നടന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആ ലാസ്റ്റ് ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ട് വരികയല്ലായിരുന്നു ഫുഡ് കഴിച്ചിട്ട്. അന്നേരം നോർമലി അവിടെ എപ്പോഴും 2 പോലീസ് കാർ അവിടെ കാണുന്ന ഒരു എർട്ടിക 2. ഞാനിങ്ങനെ ബ്ലോഗ് എടുത്ത് നടന്ന് ഞാൻ ഫോൺ ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്തിട്ട് താത്തപ്പം 3 പോലീസുകാർ ഫുഡ് കഴിച്ചിട്ട് വേറെ ഒരു കടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. അപ്പൊ എന്നെ കണ്ടു. അവര് കന്നഡയിൽ എന്തോ ക്യൂ എന്റെ അടുത്ത് ഇങ്ങനെ അവർ ഇവിടുത്തെ പറഞ്ഞുകൊണ്ട് വന്നു എന്റെ അടുത്ത്. അത് സംഭവം എനിക്ക് മനസ്സിലായി. ലൈവ് ആണോ എന്നാണ് അവർ ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായി. നമുക്ക് ചില വേർഡ്സ് കേൾക്കുമ്പോൾ മനസ്സിലാവല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല, ഞാൻ ഐ എം ഫ്രം കേരള എന്ന് പറഞ്ഞു. അന്നേരം അതിനകത്ത് ഒരാള് ഓയ് കേരള കുട്ടി അങ്ങനെ എന്തോ പറഞ്ഞു. യെസ്, കാര്യമൊന്നുമില്ല, പറഞ്ഞു. പക്ഷെ അന്നേരം ഞാൻ ക്യാമറ ഓഫ് ചെയ്താ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൂടെ ഇതിനകത്ത് നമ്മുടെ വ്ളോഗിൽ
കർണാടക പോലീസ് ഏത് ഇനിയും കഴിച്ചിട്ട് വന്നു. ഇറ്റ്സ് ടൈം ഫോർ വർക്ക്. എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് ഇൻഡോർ. ഔട്ട്ഡോർ വലിയ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആക്ച്വലി എൻ്റെ നിക്കോൺ DSLR ഷൂട്ട് ചെയ്താൽ കൊള്ളാന്നുണ്ട്, പക്ഷെ അതിന്റെ ഷോർട്ട് ലെൻസ് കംപ്ലൈന്റ്. അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഓട്ടോ ഫോക്കസ് വർക്ക് ആവുന്നില്ല. അത് ഓട്ടോ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്ത് സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടോണ്ടിരിക്കുക. അപ്പം ഓട്ടോ ഫോക്കസ് എന്തെങ്കിലും മോട്ടറിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്യാമറയിൽ എടുത്താൽ മതിയായിരുന്നു. ലോങ് ലെൻസ് വെച്ചെടുത്താൽ എന്റെ കണ്ണ് മാത്രമേ കാണത്തുള്ളായിരുന്നു. എന്തായാലും കുറച്ച് പണിയുണ്ട്, തീർക്കട്ടെ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഓഫീസിൽ പോവാം. ഇന്നലെ രാത്രിയിൽ ഇവിടെ ടാറിങ് ഒക്കെ ആയിരുന്നു. ഇതേണ്ട വണ്ടിയൊക്കെ കിടക്കുന്നു, പക്ഷെ നല്ല മഴക്കോളുണ്ട് ഇന്ന്. ബാഡ് ബാഡ് ബാഡ്. ഹേ ഗായ്സ്, കുറെ ജോലിയില്ല. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം 8:15. ഇതുവരെ ഞാൻ ഇത് എണീറ്റിട്ടേ ഇല്ല. നമ്മുടെ സ്റ്റഡി അബ്രോഡ് ഏജൻസിയുടെ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യായിരുന്നു. നൈസായിട്ടൊന്ന് കാണിക്കാം. സോ അതാണ്. ഇനിയിപ്പം കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ തീർക്കട്ടെ. ടയർഡാ. Hey guys, ആക്ച്വലി എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം. എൻ്റെ വ്ളോഗിനകത്ത് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്ന് നിങ്ങളൊന്ന് പറയണം. ഞാൻ കുറേ ക്ലിപ്സ് എടുക്കാൻ മറന്നു പോകുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ അതൊരു പോരായ്മയാണ്. അതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഓക്കെ, സോ ഞാനിപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് മഴയാണ് ഇവിടെ. ആക്ച്വലി ബാംഗ്ലൂർ നല്ല മഴയാണ്. ഓക്കെ, ആക്ച്വലി ഈ മഴയെന്ന് പറയുന്നത് തണുപ്പ് കൂടാനാണെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ, ആയിരിക്കും, ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. ഇതെല്ലാം നനഞ്ഞ് കുതിർന്ന് കിടക്കും ഇവിടെ എല്ലാം. ഞാൻ ആക്ച്വലി ഗോപി മഞ്ചൂരിയൻ കഴിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അവിടെയാണ് കട. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് കാണിക്കാം. ഓക്കെ ഓക്കെ. ഹലോ ഗായ്സ്, ഇതാണ് ഗോപി മഞ്ചൂരിയൻ. നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അവിടെ ഒന്ന് കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതും കഴിക്കട്ടെ. ആൻഡ് ഫൈനലി ദാറ്റ് തിങ് ഇസ് ഡൺ. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഏതൊരു വണ്ടിയായിരുന്നു, മിക്കവാറും എന്നെ നോക്കും, അതൊക്കെ സ്വാഭാവികമാണ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഓക്കെ, ഫോണിലെ ചാർജ് തീർന്നു എന്നുള്ള നോട്ടിഫിക്കേഷനും വന്നു. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോട്ടെ. വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് അടിക്കണം. ഫുഡ് അടിയെങ്കിലും നടക്കട്ടെ. സോ ദാറ്റ്സ് ഇറ്റ്. ഗുഡ് നൈറ്റ് എവരിബഡി. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നാളെ കാണാം. ടാറ്റ, ബൈ ബൈ.